ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു അടിപൊളി മീൻകറി വെച്ചാലോ? നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കറി വെക്കാം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്. അതിനാവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എടുത്തു. നല്ല എരിവുള്ള മുളക് പൊടിയായിരുന്നു, അതുകൊണ്ട് 2.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടല്. പിന്നെ ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കി വെക്കാവേ. ഇതെന്തിനാ ഈ പേസ്റ്റ് ആക്കുന്നതെന്ന് ചോദിച്ചാൽ, പൊടി ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ആവശ്യത്തിന് കുടംപുളി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായി കഴിയുമ്പം അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഈ മീൻകറി വെക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഓരോരുത്തരുടെ ഇഷ്ടമാണേ, പറഞ്ഞെന്നേ ഉള്ളൂ. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയും കടുകെല്ലാം കൂടെ പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഇനി അതിനകത്തേക്ക് നമുക്ക് കുഞ്ഞുള്ളി എടുത്ത് വെച്ചത്, കുഞ്ഞുള്ളി ഞാൻ ചതച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് ഇട്ട് ഇതിനകത്തേക്ക് കൊടുക്കാവേ. പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിനകത്തേക്ക് പുളിയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ. ഇതൊന്നായിട്ടൊന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒത്തിരി ചാറുണ്ടാക്കുന്നില്ല ഇവിടെ, എന്നാലും ആവശ്യത്തിന് കുറച്ച് ചാറുണ്ടാക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവേ. മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാവേ. വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാലുണ്ടാക്കാം. ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി പാലെടുക്കാവേ. ഞാൻ ഒരു പാൽ എടുക്കുന്നുള്ളൂ, ഫസ്റ്റിലെ പാല് മാത്രമേ എടുക്കുന്നുള്ളൂ, പിന്നെ എടുക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് വെന്തു മീൻകറി കേട്ടോ. നന്നായിട്ട് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് നേരം കൂടി ഇരുന്ന് ഇച്ചിരി കുറുകട്ടെ. നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാവേ. തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തു. നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പേടിക്കേണ്ട, ഒത്തിരി വെള്ളമായെന്ന് അതവിടെ ഇരുന്ന് കുറുകിക്കോളും. ഇത് ഇന്ന് കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് നാളെ കഴിക്കുന്നതാണ്. ഒരു ദിവസം ഇതിനകത്ത് പുളിയും എരിവും എല്ലാം കൂടെ പിടിച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുക.